ഇവിടെ ഒരു ചെയർമാൻ ഇരിക്കുന്നുണ്ട് ഞെളിഞ്ഞ് AC റൂമിൽ. 4 ലക്ഷം രൂപ ആക്കി ആ വിദ്വാന്റെ ശമ്പളം ഉയർത്തണമെന്നാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന ശുപാർശ. ഇവിടെ പ്രധാനമന്ത്രിക്ക് പോലും കിട്ടുന്നില്ല ഈ പൈസ. Come on,
ലക്ഷം അഴിമതിയാണ്. ഭീഷണി കൊണ്ട്
ഈ PSC എന്ന് പറയുന്ന സ്ഥാപനം, ഈ സ്ഥാപനത്തിന്റെ പേര് മാറ്റി അത് AKG സെന്റർ അനക്സ് 1 എന്നുള്ള ബോർഡ് ഇവിടെ സ്ഥാപിക്കണമെന്ന് ഈ PSC അധികാരികളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെ PSC എന്ന ഒരു ബോർഡും വെച്ചുകൊണ്ട് ഈ സ്ഥാപനം ഇങ്ങനെ തുറന്നു പ്രവർത്തിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇവിടുത്തെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കൊടുക്കാൻ ഈ PSCക്ക് സാധിക്കുന്നുണ്ടോ? ഇവിടെ PSC വഴി നടക്കുന്ന നിയമനങ്ങളെല്ലാം പാർട്ടി നിയമനങ്ങളാണ്. DYFI നേതാക്കന്മാരുടെ ഭാര്യമാർക്ക്, DYFIക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവർക്ക്, CPMന് വേണ്ടി വിടുപണി ചെയ്യുന്നവർക്ക്, അത്തരക്കാർക്ക് മാത്രം നിയമനം കൊടുക്കുന്ന ഇടമായി ഈ PSC ആസ്ഥാനം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരു ചെയർമാൻ ഇരിക്കുന്നുണ്ട് ഞെളിഞ്ഞ് AC റൂമിൽ. 4 ലക്ഷം രൂപ ആക്കിയ ആ വിദ്വാന്റെ ശമ്പളം ഉയർത്തണമെന്നാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന ശുപാർശ. ഇവിടെ പ്രധാനമന്ത്രിക്ക് പോലും കിട്ടുന്നില്ല ഈ പൈസ. 4 ലക്ഷം രൂപയാക്കണം പോലും PSC ചെയർമാന്റെ ശമ്പളം. 3.25 ലക്ഷം രൂപയാക്കണം പോലും ഈ PSC അംഗങ്ങൾ എന്ന് പറഞ്ഞ് ഒരു വകക്ക് കൊള്ളാത്ത 10-21 എണ്ണം ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ടല്ലോ. അവർക്കെന്ത് PSC എന്തിനെ പറ്റിയൊന്നും ധാരണയുണ്ടോ? പാർട്ടിക്കാർക്ക് പൈസ കൊടുത്ത് അങ്ങനെ കോഴ കൊടുത്ത് വാങ്ങിയ പോസ്റ്റിലിരിക്കുന്ന 21 അംഗങ്ങളുണ്ട്. അവന്മാരുടെ ശമ്പളമാണ് പോലും 3,75,000 രൂപയാക്കി വർദ്ധിപ്പിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ PSC എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത പൂർണ്ണമായി തകർക്കപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ബോധപൂർവമായ ശ്രമം നടക്കുന്ന പോലും ഈ AKG സെന്ററിന്റെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയെന്ന്. മുഖ്യമന്ത്രി, ഇത് വെറും AKG സെന്ററാണ്, ഇത് PSC ആസ്ഥാനമല്ല. നിങ്ങൾ നോക്ക്, നിസാമും ശിവരഞ്ജിത്തും SFIയുടെ നേതാക്കന്മാർക്ക് എങ്ങനെയാണ് പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉന്നതമായിട്ടുള്ള റാങ്കുകൾ കിട്ടിയത്? പേര് പോലും അക്ഷരം തെറ്റാതെ എഴുതാൻ അറിയാത്ത ഈ നിസാമും ശിവരഞ്ജിത്തും എങ്ങനെയാ PSC പരീക്ഷയിൽ ഉന്നത റാങ്കുകൾ കിട്ടിയത്? അങ്ങനെ എത്ര പോലീസുകാരന്മാർ, അതുപോലെ പേര് പോലും എഴുതാൻ അറിയാത്തവർ ഈ പോലീസ് സേനയുണ്ട്. അത്തരത്തിലുള്ള തെമ്മാടിയാണ് ഇപ്പൊ ഞങ്ങൾ പ്രവർത്തകന്മാർക്ക് നേരെ ലാത്തിച്ചാർജ് നടത്താൻ നോക്കിയത്. ഞങ്ങൾ പോലീസിന് നേരെ കയർത്തിക്കൊന്നുമില്ലല്ലോ. ഞങ്ങള് പോലീസുകാർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടിട്ടില്ല. ഒരു ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ഒരു എംബോക്കി, ആ എംബോക്കി ഞങ്ങൾ നോക്കമുട്ട് വെച്ചിട്ടുണ്ട്. ആ ഫിറോസ് ഖാൻ എങ്ങനെയാണ് ഈ പോലീസ് യൂണിഫോം കിട്ടിയത് എന്ന് പരിശോധിക്കണ്ടേ? നിസാമിനെയും ശിവരഞ്ജിത്തിനെയും പോലെ കോപ്പി അടിച്ചിട്ടാണോ ഫിറോസ് ഖാനെ നിങ്ങൾ ഈ തൃണ്ണമലത്ത് ഞങ്ങളോട് കാണിക്കുന്നത്? ഈ ഫിറോസ് ഖാനെ പോലെയുള്ള ആളുകൾ, കുറെ ആളുകൾ ഈ പോലീസ് സേനയിൽ കയറിയിട്ടുണ്ട്. ഞങ്ങളെ അങ്ങനെ തൃണ്ണമുളക്ക് കാണിച്ച് ഓടിപ്പിക്കണ്ട. പിണറായി വിജയനോട് കൂറുണ്ട് എങ്കിൽ അതങ്ങ് AKG സെന്ററിൽ പോയി കാണിച്ചാൽ മതി. ഫിറോസ് ഖാനെ ഞങ്ങൾ പറയുന്നത് ബാക്കിയില്ല. ഈ ഫിറോസ് ഖാനെ ഞങ്ങൾ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്.
ഞങ്ങൾ ഇനിയും സമരവുമായി ഈ PSC ആസ്ഥാനത്തും സെക്രട്ടേറിയറ്റിലൊക്കെ വരും ഫിറോസ് ഖാൻ. അന്ന് ഈ പിണറായിയുടെ കൂറും കൊണ്ട് ഞങ്ങളുടെ മുന്നിൽ വരണ്ട എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ഉദ്യോഗാർത്ഥികൾ ജോലിക്ക് വേണ്ടി രാത്രിയും പകലും കഷ്ടപ്പെട്ട് പഠിച്ച് ജോലിയുണ്ടോ? ഇവിടെ 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് പോലീസ് റാങ്ക് ലിസ്റ്റിൽപ്പെട്ട മിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ. അവർ ഈ 62 ദിവസമാണ് ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തത്. ഇവിടെ DYFIയുടെ നേതാവിനൊക്കെ പോയി കണ്ടപ്പോൾ, AKG സെന്ററിൽ പോയി ഞങ്ങളുടെ പ്രശ്നമൊന്ന് പരിഹരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ DYFIയുടെ ഒരു നേതാവ്, സംസ്ഥാന നേതാവ് പറഞ്ഞത് എന്താണെന്നറിയോ? AKG സെന്ററിലെ സെക്യൂരിറ്റി പണി വേണമെങ്കിൽ നിനക്കൊക്കെ തരാം, അല്ലാതെ നീയൊന്നും ഈ പോലീസ് സേനയിൽ കയറാൻ പോകുന്നില്ല എന്നാണ് DYFIയുടെ നേതാവ് ആ ഉദ്യോഗാർത്ഥിയോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, 62 ദിവസം സമരം ചെയ്തിട്ട് അവിടെ റാങ്ക് ലിസ്റ്റ് നീട്ടിക്കൊടുത്തോ? ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 30% പോലും നിയമനം നടന്നിട്ടില്ല. 2019 നോട്ടിഫിക്കേഷൻ വന്ന ആ റാങ്ക് ലിസ്റ്റ് 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് വേറെ ചാൻസ് ഇല്ല. 30% താഴെ മാത്രം നിയമനങ്ങൾ നടത്തി ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചു. ഇപ്പൊ പറയുന്നത് പുതിയ ലിസ്റ്റ് വന്നിട്ടുണ്ട്, അതിൽ നിന്ന് നിയമനം നടത്തുമെന്നാണ്. ഈ പുതിയ ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റ് 9 മാസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. മാധ്യമ സുഹൃത്തുക്കളുടെ അറിവിലേക്കായി ഞാൻ പറയുന്നു, ആ 9 മാസം ബാക്കി നിൽക്കെ ഒരൊറ്റ നിയമനം പോലും ഈ പിണറായി വിജയൻ സർക്കാർ ആ പോലീസ് റാങ്ക് ലിസ്റ്റിൽ നടത്തിയിട്ടില്ല. മറ്റൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ട്, ഇവിടുത്തെ ഡ്രൈവർമാരുടെ തസ്തിക. ഇവിടെ PSC ആസ്ഥാനം എന്നൊക്കെ പറയുന്നത് അർഹതപ്പെട്ടവർക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനം എന്നൊക്കെയല്ലേ പറഞ്ഞത്? ഈ PSC ആസ്ഥാനത്ത് താൽക്കാലികക്കാർ ജോലി ചെയ്യുന്നുണ്ട്. PSC ആസ്ഥാനത്തെ ഡ്രൈവർ തസ്തികകളിലേക്ക് പല തസ്തികകളിലും ഇപ്പോഴും തുടരുന്നത് താൽക്കാലികക്കാരാണ്. 2500ഓളം താൽക്കാലിക ഡ്രൈവർമാർ ഈ കേരളത്തിൽ വിവിധ വകുപ്പുകളിൽ തുടരുകയാണ്. ഹൈക്കോടതി പറഞ്ഞു, ഇത്തരത്തിൽ നിയമനം നടത്തുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തണം, താൽക്കാലിക നിയമനം ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഹൈക്കോടതി വിധിയെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് വേണ്ടപ്പെട്ടവരെ നിയമിക്കുകയാണ്. എന്താ കാരണം? ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വീട്ടിൽ മീൻ വാങ്ങിക്കൊടുക്കാൻ ഈ ഡ്രൈവർ പോകണം, അവരെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടാൻ ഈ ഡ്രൈവർമാർ പോകണം. ഇങ്ങനെ നല്ല ഉദ്യോഗാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിച്ചവൻ ഈ പണിയെടുക്കില്ല, വീടുപണി ചെയ്യില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആളുകളെ വീടുപണി ചെയ്യുന്നവരെ ഇത്തരം തസ്തികകളിലേക്ക് നിയമിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. പകർച്ചപ്പനി വ്യാപിച്ച് 1.5 ലക്ഷം ആളുകളും ദിവസവും പരിശോധനയ്ക്കെത്തുകയാണ്, ചികിത്സക്കെത്തുകയാണ്. ആവശ്യത്തിന് ഡോക്ടർമാരുണ്ടോ? ആവശ്യത്തിന് നഴ്സുമാരുണ്ടോ? റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് നിയമനം നടക്കാത്തത് എന്താ? ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആവശ്യത്തിന് അധ്യാപകരുണ്ടോ? ഓരോ മേഖലകളിലും നിയമനമില്ല. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്ക് അത് കേരളത്തിലാണ്. 38% കൂടുതലാണ് കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക്. നമ്പർ 1 കേരളം എന്ന് പറയുന്ന ഈ കേരളം തൊഴിലില്ലായ്മ നിരക്കിൽ നമ്പർ 1 ആണെന്ന് പിണറായി വിജയൻ നിങ്ങൾ മനസ്സിലാക്കുന്നല്ലതാ. ഇപ്പൊ പിണറായി വിജയനല്ല, മുഹമ്മദ് റിയാസാണ് ഭരണം നിയന്ത്രിക്കുന്നത്. മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് ഈ PSC ഇടപാട് നടന്നിട്ടുള്ളത്. 60 ലക്ഷം രൂപ കൊടുത്താൽ PSC അംഗമാകാം. എന്തൊരു ഗതികേടാണ്, എന്തൊരു നെറികേടാണ് ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്ന നെറികേടല്ലേ? 60 ലക്ഷം കൊടുത്ത് PSC മെമ്പറാകുന്നവൻ അവൻ ഈ 60 ലക്ഷം മുതലാക്കാനുള്ള എന്തൊക്കെ പണിയെടുക്കും? പിൻവാതിൽ നിയമനങ്ങൾ നടത്തും, ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി നൽകും, എല്ലാ കാര്യങ്ങളും നടത്തും. കോടിക്കണക്കിന് രൂപയാണ് ഓരോ PSC പരീക്ഷ നടത്താനും ഓരോ റാങ്ക് ലിസ്റ്റുകൾക്കും വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നത്. നിങ്ങളുടെയും എൻ്റെയും ഒക്കെ നികുതി പണം കൊണ്ടാണ് ഈ പരീക്ഷകൾ നടത്തുന്നത്. അങ്ങനെ റാങ്ക് ലിസ്റ്റ് ഉണ്ടായാൽ അതിൽ നിന്ന് നിയമനം നടത്താൻ തയ്യാറാകുന്നില്ലല്ലോ. 20,000-ൽ താഴെ മാത്രമാണ് കഴിഞ്ഞ വർഷം ഈ PSC നിയമനങ്ങൾ നടന്നിട്ടുള്ളത്. 35,000-ഉം 40,000-ഉം നിയമനങ്ങൾ നടന്നെടുത്ത് ഓരോ വർഷം തോറും PSC നിയമനങ്ങൾ കുറഞ്ഞു വരികയാണ്. ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളോട് എന്ത് മറുപടി പറയാനുണ്ട്? ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു ജോലിക്ക് വേണ്ടി PSCയുടെ ദയ കാത്ത് ഇരിക്കുന്നത്. അത്തരം ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. യുവജന വഞ്ചന മുഖമുദ്രയാക്കിയിട്ടുള്ള ഗവൺമെന്റാണ് പിണറായി വിജയൻ ഗവൺമെന്റ്. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് റിയാസിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഒരു വലിയ റാക്കറ്റ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് കേസ് കൊടുക്കുമെന്നാണ്. മുഹമ്മദ് റിയാസെ,
നിങ്ങൾ തന്നെയാണ് ആ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്നത്. എന്നാൽ താൻ പോയി കേസ് കൊടുക്ക് മുഹമ്മദ് റിയാസെ. ഞങ്ങൾ ചങ്കൂറ്റത്തോടെ ആർജവത്തോടെ തന്നെ പറയുകയാണ്. ഇവിടെ ഫാരിസ് അബൂബക്കറിന്റെ വീട്ടിലെ നിത്യ സന്ദർശകനാരാ? ഫാരിസ് അബൂബക്കറിന്റെ നോമിനി ആരാ? മുഖ്യമന്ത്രിയും മരുമോനും നാഴികക്ക് 40 വട്ടം പോകുന്ന ഇടമാണല്ലോ ഫാരിസ് അബൂബക്കർ. നിങ്ങളുടെ പഴയ മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദൻ ഉറക്കപ്പച്ചമെന്ന് പറഞ്ഞ ആ ദുരൂഹ സാഹചര്യത്തിൽ പണമുണ്ടാക്കിയ ഫാരിസിന്റെ വീട്ടിലെ നിത്യ സന്ദർശനം എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുഹമ്മദ് റിയാസ് നിങ്ങൾ വ്യക്തമാക്കണ്ടേ? മറ്റൊരാളുണ്ടല്ലോ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി DP ചന്ദ്രശേഖരൻ. മതവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നപ്പോ അറബി വേഷത്തെ കാണാൻ പോയ ഒരു മഹാനുണ്ടല്ലോ, മറ്റൊരു ഫായിസ്. ആ ഫായിസ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മാസങ്ങളോളം ജയിലിൽ കിടന്നാണ്. ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായി ദുരൂഹ സാഹചര്യത്തിൽ പണമുണ്ടാക്കുന്നവരുമായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ബന്ധമെന്താ? ഇന്ന് CPM എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് മുതലാളിമാരുടെ കള്ളപ്പണക്കാരുടെ പാർട്ടിയാണ്. നിങ്ങൾ എന്തെങ്കിലും ആക്കിക്കോ, പക്ഷേ അതൊക്കെ കൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അവസരങ്ങൾ തട്ടിയെടുക്കുന്ന രീതിയിലേക്കോ അവന്റെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കോ മുന്നോട്ട് വരികയാണെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങൾ ഉയർത്തുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ PSC ആസ്ഥാനത്തേക്ക് ഇപ്പൊ നടത്തിയിട്ടുള്ളത് ഒരു സൂചനാ സമരം മാത്രമാണ്. ഈ PSC എന്ന് പറയുന്ന ഭരണഘടന സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ, അന്തസ്സിനെ പൂർണ്ണമായി ഇല്ലാതാക്കിയിരിക്കുകയാണ് ഈ സർക്കാർ. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.